വൃന്ദാവനത്തിൽ രാധാമണി എന്ന ഒരു മൂത്ത അന്ധഭക്തിയുണ്ടായിരുന്നു. അവൾക്ക് കണ്ണുകൾക്കൊന്നും കാഴ്ചയില്ലെങ്കിലും കൃഷ്ണനെ കാണുന്നത് ഹൃദയത്തിലൂടെയായിരുന്നു. പ്രതിദിനം വൈകുന്നേരം അവൾ ഒരു ചെറിയ വടം തയ്യാറാക്കി. ഇത് എന്റെ കണ്ണനാണ് ആദ്യം തിന്നേണ്ടത് എന്ന് മനസ്സിൽ പറഞ്ഞു തൂക്കിയിടും. ഒരു ദിവസം അവൾക്ക് കനത്ത ജ്വരം. ശരീരം തളർന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ കിടന്നു. അവളെ ഏറ്റവും വേദനിപ്പിച്ചത്, ഇന്ന് കൃഷ്ണന് വടംകോ നൽകാൻ പോലും ഞാൻ എഴുന്നേൽക്കാൻ കഴിയില്ല. രാത്രി അർദ്ധരാത്രിയിൽ അവളുടെ വാതിൽ തട്ടുന്ന ശബ്ദം. അവൾ വിറച്ചു ചോദിച്ചു, ആര്? മധുരമായ ഒരു കുട്ടിയുടെ ശബ്ദം. ഞാന്, കണ്ണൻ. അവൾ കേട്ടു വിങ്ങിപ്പോയി. വാതിൽ തുറന്നപ്പോൾ മൂർഖസമാനമായ ഒരു നീലബാലൻ. പീതാംബരം, നെറ്റിയിൽ തിലകം, ബസൂരിയുടെ മണവും. അവിടെ നിൽക്കുന്നു. കൃഷ്ണൻ ചിരിച്ചു പറഞ്ഞു, രാധാമണിയെ, ഇന്നു നിനക്കു രോഗം. നീ തന്നിരിക്കേണ്ടിരുന്ന വടം എടുക്കാൻ ഞാൻ തന്നെയാണ് വന്നത്. അവൾ കൈകൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, കണ്ണേ, ഇന്നൊന്നും ഞാൻ ചെയ്തില്ലാതെ. കൃഷ്ണൻ അവളുടെ കൈ പിടിച്ചു. നിന്റെ സ്നേഹം തന്നെയാണ് എന്റെ ഭോജനം. വടമില്ലെങ്കിലും ഭക്തി ഉണ്ടെങ്കിലേൻ വരും. അതോടെ അവളുടെ ശരീരഭാരം എല്ലാം താഴ്ന്നുപോയതുപോലെ. രാവിലെ എഴുന്നേറ്റപ്പോൾ രോഗം ഒന്നുമില്ല. വാടത്തിന് അരികിൽ കുഴഞ്ഞ വടത്തിന്റെ ഒരു ചെറിയ ക്ഷണം. കണ്ണൻ സ്വന്തം കൈയാൽ തിന്നതുപോലെ. വൃന്ദാവനക്കാർ പറയുന്നു, ഭക്തിയുടെ വാസന ഉള്ളിടത്ത് കൃഷ്ണന്റെ പാദങ്ങൾ സ്പർശിക്കാതെ പോകില്ല.